ജീവിക്കാൻ വേണ്ടി ചിത്രങ്ങൾ വരച്ചിരുന്ന ഇവന്റെ പെൻസിൽ ഒരിക്കൽ ഒടിഞ്ഞു. ബാഗിൽ തിരഞ്ഞപ്പോൾ കിട്ടിയ അതേ നിറമുള്ള വിചിത്രമായ പെൻസിൽ പരീക്ഷിക്കാൻ അവൻ കടലാസിൽ ഒരു വട്ടമിട്ടു. അത് പെട്ടെന്ന് കല്ലായി മാറി. ഉറപ്പിക്കാനായി ഒരു ആപ്പിൾ വരച്ചപ്പോൾ അത് താഴേക്ക് വീഴുകയും കടിച്ചപ്പോൾ യഥാർത്ഥ രുചി തോന്നുകയും ചെയ്തു. അമ്പരെന്ന അവൻ വേഗം വീട്ടിലെത്തി കൂട്ടുകാരനോട് തന്നെ ചവിട്ടാൻ പറഞ്ഞു. സ്വപ്നമല്ലെന്ന് ഉറപ്പായതോടെ കാര്യം വിവരിച്ചെങ്കിലും കൂട്ടുകാരൻ വിശ്വസിക്കാതെ ഒരു സ്വർണ്ണക്കട്ടി വരയ്ക്കാൻ വെല്ലുവിളിച്ചു. എന്നാൽ ഹാൻ അത് വരച്ചപ്പോൾ ഒന്നും സംഭവിച്ചില്ല. കൂട്ടുകാരൻ ആ കടലാസ് ജനലിലൂടെ പുറത്തേക്ക് എറിഞ്ഞപ്പോൾ താഴെ നിന്ന് വീട്ടുടമസ്ഥന്റെ നിലവിളി കേട്ടു. അവർ ഓടിച്ചെന്നപ്പോൾ ആ കടലാസ് തലയിൽ വീണ ഉടമസ്ഥന്റെ കയ്യിൽ യഥാർത്ഥ സ്വർണ്ണക്കട്ടി ഇരിക്കുന്നതും അത് അയാൾ പോക്കറ്റിലിട്ട് പോകുന്നതുമാണ് കണ്ടത്. അതോടെ കൂട്ടുകാരൻ വിശ്വസിച്ചു. പിന്നീട് അവർ ഒരുമിച്ച് ഒരുപാട് സ്വർണ്ണക്കട്ടികൾ വരച്ചുണ്ടാക്കി. പണം കൂടി വേണം എന്ന് പറഞ്ഞ് കൂട്ടുകാരൻ പേപ്പറിൽ $20 മില്യൺ എന്നെഴുതിയെങ്കിലും ഒന്നും നടന്നില്ല. പക്ഷേ ഹാൻഡ് നോട്ടുകൾ വരച്ചതോടെ മുറി മുഴുവൻ പണം കൊണ്ട് നിറഞ്ഞു. അപ്പോഴാണ് വാടക ചോദിച്ച് ദേഷ്യത്തോടെ വീട്ടുടമസ്ഥൻ കയറി വന്നത്. എന്നാൽ ആഡംബര വസ്ത്രങ്ങൾ അണിഞ്ഞു വന്ന ഹാനും കൂട്ടുകാരനും അസിസ്റ്റന്റുമാരെ കൊണ്ട് പണപ്പെട്ടി തുറപ്പിച്ച് 50 വർഷത്തെ വാടക ഒരുമിച്ച് നൽകി. കൂടാതെ അയൽക്കാർക്കെല്ലാം വീട് വാങ്ങി നൽകിയെന്നും ഇനി ആരും വാടക കൊടുക്കേണ്ടെന്നും അവർ പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരും കൈയടിച്ചു. പിന്നീട് അവർ പാവപ്പെട്ടവർക്കും വീടുകൾ വരച്ചു നൽകി നഗരത്തിലെ താരങ്ങളായി മാറി. ആ പാവപ്പെട്ട ജീവിതത്തിൽ നിന്നും ഒരു മാന്ത്രിക പെൻസിൽ കൊണ്ട് അവർ മറ്റുള്ളവരെ സഹായിച്ച് രാജാക്കന്മാരെ പോലെ ജീവിച്ചു. കൂട്ടുകാരെ,